ABVP നാളെ ആഹ്വാനം ചെയ്ത സംസ്ഥാന വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ വിവിധ പ്രതിഷേധ പരിപാടികൾക്കൊരുങ്ങി ABVP. SFI DYFI ഗുണ്ടാക്രമണത്തിലും ABVP സമരങ്ങൾക്കെതിരായ പോലീസ് അതിക്രമങ്ങളിലും വ്യാപക പ്രതിഷേധമുയരുകയാണ്. ജിജീഷ് കരുണാകരൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ജിജീഷ്, ഇന്ന് എറണാകുളം ജില്ലയിലും അതുപോലെ മധ്യ കേരളത്തിലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദിനെയാണ് ഇന്നലെ ഒരു സംഘം SFI DYFI CITU ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചത്. 24 മണിക്കൂർ പിന്നിട്ടിട്ടും FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആരൊക്കെയാണ് ഈശ്വരപ്രസാദിനെ ശാരീരികമായി കൈകാര്യം ചെയ്തത്? അവരൊക്കെ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. പക്ഷേ പോലീസിന് ഇതുവരെ അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാം, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടൽ കാരണമാണ് പോലീസ് ആ പ്രതികളിലേക്ക് എത്താത്തത് എന്ന് വ്യക്തമാണ്. എറണാകുളം ജില്ലയിൽ നാളെ ഏത് രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾക്കാണ് ABVP രൂപം നൽകിയിരിക്കുന്നത്? ജിജീഷ്. നമ്പ്യാർ, സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ശക്തമായ പ്രതിഷേധ സമര പരിപാടികൾക്ക് തന്നെയാണ് എറണാകുളം ജില്ലയിലും ABVP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ആലുവ അടക്കമുള്ള ആലുവയും കളമശ്ശേരിയും കൊച്ചി നഗരം അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകളും പ്രതിഷേധ സമരങ്ങളും സംഘടിപ്പിക്കുമെന്ന് ABVP ജില്ലാ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ഒന്നടങ്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്കായിരിക്കും സംസ്ഥാന സെക്രട്ടറിയെ തന്നെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് ഗുണ്ടാ സംഘം വളർന്നിരിക്കുന്നു. CPM, DYFI, SFI സംഘം നേതൃത്വം നൽകുന്ന ഗുണ്ടാ സംഘം വളർന്നിരിക്കുന്നു. ഇത്തരത്തിൽ മറ്റു പ്രത്യശാസ്ത്ര ഉള്ള ആളുകളെ എല്ലാം തന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന SFI ഗുണ്ടാ സംഘങ്ങളുടെ നടപടി അതിനെ പോലീസ് ഒത്താശ ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് ABVP തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്നും കൊച്ചി നഗരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഹൈക്കോടതി ജംഗ്ഷനിലടക്കം ABVPയുടെ സമരങ്ങൾ നടന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചുമാണ്. പഴയ ഗുണ്ടാ സ്റ്റൈലിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പ്രവർത്തിക്കുന്നു. ഒരു മന്ത്രി എന്ന സ്ഥാനത്തിന്റെ ബഹുമാനം പോലും അറിയിക്കാത്ത വിധത്തിൽ പെരുമാറ്റങ്ങൾ ാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ABVPയുടെ സമരം ഉണ്ടായിരുന്നത്. ഇന്ന് ഹൈക്കോടതി ജംഗ്ഷനിൽ നടന്ന സമരത്തിലടക്കം ശക്തമായ ഒരു താക്കീത് ഇത്തരത്തിൽ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകർക്ക് നേരെ അതിക്രമം ആവർത്തിച്ചു കഴിഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു പ്രവർത്തകർ നൽകിയിരിക്കുന്നത്. പോലീസ് നിഷ്ക്രിയരാണ് എന്നൊരു കാര്യമാണ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടും ഒപ്പം തന്നെ പ്രതിഷേധ സമര പരിപാടികളിലൂടെയും കൂടുതൽ കനത്ത സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ 500-ലധികം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ മേഖലകളിലായുള്ള കൂട്ടായ്മകളാണ് പ്രധാനമായും ABVP ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അത്തരം സംഘാടന തലത്തിൽ അതിനുള്ള വിവിധ തലത്തിലുള്ള യോഗങ്ങളും ആലോചനകളും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ എന്നതുപോലെ എറണാകുളം ജില്ലയിലും വലിയ ഒരു പ്രതിഷേധ സമരത്തിന് തന്നെയായിരിക്കും നാളെ വിദ്യാഭ്യാസ ബന്ദിനത്തിലും സാക്ഷ്യം വഹിക്കുക.